ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു അടിപ്പാവാട തയ്ച്ച് വെക്കാം കേട്ടോ. ഫസ്റ്റായിട്ട് തയ്ച്ചത് ഒരു ഷീലടയിൽ ഒരു 2 മീറ്ററിൻ്റെ ഷീലട അതിനെ കുറച്ചിത് 11 ഇഞ്ച് ഇവിടെ വീതിയുണ്ട്. ഇവിടെ 14 ഇഞ്ച് വീതിയും ഇവിടെ 18 ഇഞ്ച് വീതിയുള്ള ഓരോ കഷ്ണങ്ങളാക്കിയത്. ഒരു കഷ്ണം തന്നെ അടിയിൽ 18 നടുവിൽ 14 അവിടെ 11 കേട്ടോ. അങ്ങനത്തെ 2 കഷ്ണങ്ങളാണ് ഇതേ വലിപ്പത്തിലുള്ള കേട്ടോ. നമ്മളുടെ വേറൊരു കഷ്ണം എടുത്തിട്ടുണ്ടായി ചെറിയ ഇവിടേക്ക് 8 ഇഞ്ച്, ഇവിടേക്ക് 11 അടിക്ക് 12 അങ്ങനത്തെ 2 കഷ്ണങ്ങൾ കേട്ടോ. അപ്പം അങ്ങനെ 4 പീസാണ് കേട്ടോ. ഇത് നമ്മൾ ഇനി കൂട്ടി തയ്ച്ചിട്ട് അടിപ്പാവാട ഉണ്ടാക്കണം. 2 സൈഡ് ഒരു ഫസ്റ്റ് വലിയ കഷ്ണം എടുത്തില്ലേ, ഈ 2ഉം ഞാൻ കൂട്ടി തയ്ച്ച് ഇതല്ലേ. ഇവിടെ കുറച്ച് നീളം വേറെ വെട്ടികളാണ്. പിന്നെ ഇത് 2 ഭാഗവും ഫസ്റ്റായിട്ട് അടിച്ച് നോക്കട്ടെ, എന്താ ആവോന്നറിയില്ല. ഇവിടെ കൂട്ടി തയ്ച്ച് ഉള്ളിലൊക്കെ കാട്ടി കറക്റ്റായിട്ട് കണ്ടില്ലേ. എന്താവണ അറിയില്ല. നീ മറ്റേ കഷ്ണം തൂട്ടി തയ്ച്ചാട്ടെ. ഇപ്പോൾ നമ്മൾ 4 കഷ്ണങ്ങളും കൂട്ടി അടിച്ച് ഇനിയിപ്പോൾ ഇതിങ്ങനെ വട്ടത്തിലാക്കേണ്ടത്. വട്ടത്തിൽ കറക്റ്റായി വരണ്ടേ. കറക്റ്റാക്കിയിട്ട് അര 2 ഇഞ്ച് ആയിട്ട് മടക്കി അടിച്ചണം. ഇതങ്ങനെ നമ്മൾ പാവാട റെഡി ആയിട്ടോ. 4 ഭാഗവും കണ്ടു അരയൊക്കെ വെട്ടി അടിഞ്ഞ് മടക്കി അടിക്കാനിട്ട് ഫസ്റ്റായിട്ട് അടിച്ച കേട്ടോ. ഇത് പാവാട നാട്ടിലെ ഇവിടെയൊക്കെ മടക്കി അടിച്ചിട്ട് കയറിടാനുള്ള മുടക്ക 2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയതാക്കിയിട്ടൊക്കെ പാവാട മറിച്ചിട്ട് കട്ടി. വളരെ എളുപ്പമാണ് പാവാട അടിച്ച. പാവാടയില്ലേ ഇതിനൊരു കയറൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് മടക്കി അടിച്ചാൽ കേട്ടോ. അടിപൊളി പാവാട, അടിപ്പാവാട കുറച്ചുകൂടി മുഴുവനാക്കി ഫുള്ളാക്കിയത്. അങ്ങനെ ഞങ്ങളെ അടിപ്പാവാട റെഡി ആയിട്ടോ. ഇതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അടിപ്പാവാട. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. ഓക്കേ.